ലോകത്താരുടെ സംശയം മാറിയാലും ചിലരുടെ മാത്രം സംശയം മാറില്ല. അത് എന്ത് തരം മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്ന് പറഞ്ഞു ഒരു ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് ജയ്ക്ക് പറഞ്ഞത് വിശ്വസിച്ചു. ഞാൻ ചോദിക്കുന്ന അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിലേക്ക് ഏർപ്പാടാക്കിയത് എങ്ങനെയാണ്? ആരാണ്? ഏത് വഴിയാണ്? എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയാനാ? PR ഏജൻസി അല്ല, PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ അഭിമുഖം ആര് ചോദിച്ചതാണ്? ആരാണ് മുൻകൈ എടുത്തത്? ആരുടെ തീരുമാനമായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണ്ടേ? ജയ്ക്കിന് പറയാൻ പറ്റണ്ടേ? പകുതി മാത്രം പറഞ്ഞാ പോരല്ലോ, മുഴുവൻ പറയണ്ടേ? അങ്ങയും അങ്ങയുടെ മാധ്യമ സ്ഥാപനവും എങ്ങനെ അഭിമുഖം തരപ്പെടുത്തുന്നോ അതേ ചാനലിലൂടെ അതേ നീക്കങ്ങളിലൂടെ തന്നെയാണ് ഈ അഭിമുഖം സംഭവിച്ചിട്ടുള്ളത്. അത് പ്രസ് സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ CM ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്നിട്ടായിരിക്കാം. നിങ്ങൾ അഭിമുഖം അടുത്ത ചോദ്യം, അടുത്ത സംശയം. ഇന്നലെ രാവിലെയാണല്ലോ ഹിന്ദു ദിനപത്രം. താങ്കൾ പറഞ്ഞിട്ടില്ല ജയ്, പറയാത്തൊരു കാര്യം എങ്ങനെ വിശ്വസിക്കും? അത് മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ്. താങ്കൾ പറയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും? താങ്കൾക്ക് അറിയില്ല. ആയിരിക്കാമെന്നാണല്ലോ, അല്ലാതെ താങ്കൾക്ക് അറിയില്ലല്ലോ. ശരി, താങ്കൾക്ക് അറിയില്ലല്ലോ. ഒരല്പം വിട്ടുവീഴ്ച, ഏത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ് സാർ. അല്ല, ഞാൻ അങ്ങ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെയാണെങ്കിൽ പിന്നെ അങ്ങ് അത് തുടർന്നു, എന്റെ വഴിക്ക് വിട്ടേര്. എനിക്ക് മറുപടി പറയാനുള്ള അവസരം. അങ്ങ് എത്ര ദീർഘസമയം എടുത്ത് സംഭാഷണം നടത്തി ചോദ്യം ചോദിക്കുന്നു, ഞാൻ മറുപടി പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓ അത് ശരി അതെന്താണ്, അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇടപെട്ടുകൂടെ? അങ്ങയുടെ ചോദ്യം തടസ്സപ്പെടുത്തിക്കൂടെ? അതൊരു ശുദ്ധ മര്യാദഘട്ട ഏർപ്പാടല്ലേ? ആ ഏർപ്പാട് എന്നെ ഇവിടെ വിളിച്ചിരുത്തണ്ട. ഞാൻ പറഞ്ഞല്ലോ, അങ്ങേക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കാം. മറ്റാരെങ്കിലും കിട്ടുവാണെങ്കിൽ അവരെ വിളിച്ചിരുത്തിക്കോ. കേരളത്തിന്റെ അനുഭവം എന്താ? പറഞ്ഞത് എത്ര പച്ചക്കള്ളമാണെങ്കിലും അവർ തിരുത്തി എന്ന് താങ്കൾ പറയുന്നത് എന്താണ്? അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങളെ സമീപിച്ച PR ഏജൻസി എഴുതി തന്ന കാര്യമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് അവർ പ്രസിദ്ധീകരിച്ചത്. 4 മണിക്ക് മുൻപ് വന്ന വിശദീകരണമാണ്. ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടില്ല, ഔദ്യോഗികമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതെന്താണ്? കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗബീനത്തിൽ മുള്ളിയിട്ടില്ലേ? ഉണ്ടേ. ഇപ്പൊ അണ്ടർവെയറിലും ആകാം. മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ വസ്തുതാപരമാണ്. അതിൽ എന്താണ് പ്രശ്നമെന്നാണ് താങ്കളുടെ പാർട്ടി പ്രതിനിധി ഇന്നലെ രാത്രി ഇരുന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യത്തെ പാർട്ടി നേതാക്കൾ മുഴുവൻ ന്യായീകരിക്കുകയാണ്. ഇന്ന് രാവിലെ മന്ത്രി MB രാജേഷ്, മന്ത്രി മുഹമ്മദ് റിയാസ്, ഇവരൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇന്നലെ രാവിലെ പത്രത്തിൽ വന്ന അഭിമുഖം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് പറയുന്നത്. എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയേണ്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയും. അതല്ല, പറയാത്തൊരു കാര്യം ഉൾപ്പെടുത്തി എന്ന് ഇത് ഹിന്ദു പത്രം അവർ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയാണ് നിങ്ങളുടെ വ്യാഖ്യാനം. അത് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി എഴുതി കൊടുത്തതാണ് എന്നാണ് അവർ പറഞ്ഞത് എന്ന് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിട്ട് അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ ജയ്ക്ക്. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ സാന്നിധ്യത്തെ താങ്കളുടെ പാർട്ടിക്ക് പറയാം, താങ്കളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറയാം. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ജയ്ക്ക് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് സ്ഥാപിക്കാനാണ് ഇന്നലത്തെ ഔദ്യോഗിക പ്രതിനിധി ശ്രമിച്ചുകൊണ്ടിരുന്നത് എല്ലാ ചാനലുകളിലും. ഇന്നത്തെ ഔദ്യോഗിക പ്രതിനിധി വന്നിട്ട് പറയുകയാണ് ഇന്നലെ പറഞ്ഞതുപോലെയൊന്നും അല്ല, മുഖ്യമന്ത്രി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളത്തെ ഔദ്യോഗിക പ്രതിനിധി എന്ത് പറയുമെന്ന് നമുക്കറിയില്ലല്ലോ ഷാനി. അതുകൊണ്ട് ഈ ഔദ്യോഗിക പ്രതിനിധികളുടെ ഇന്നത്തെ വാദത്തെ ഒന്ന് മുഖവിലക്കെടുക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കില്ല എന്ന് 100% ഞാൻ യോജിക്കുന്നു. ഒരു വർഗീയത ഇവിടെ ചിത്രീകരിക്കാൻ വേണ്ടി RSSനെ പോലെ തന്നെ ശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതിപ്പോ കുറെ കാലമായി ഈ RSS മേധാവികളുമായിട്ടുള്ള സഹവാസത്തിലും നാഗ്പൂർ കാര്യാലയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശാനുസരണമൊക്കെ ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ പച്ച വർഗീയത പറയാൻ ഒരു ഉളുപ്പും നാണവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതും അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. സ്വർണം, ഈന്തപ്പഴത്തിനുള്ളിലെ കുരു, സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്തുകാരി വന്നു എന്ന് പറയുന്ന പച്ചക്കള്ളം, അതോടൊപ്പം CCTV ക്യാമറ ഇടിമിന്നലിൽ തകർന്നു പോയി എന്ന് പറയുന്ന പച്ചനുണ, ഇങ്ങനെ ആയിരക്കണക്കിന് നുണകളുടെ 10,000-കണക്കിന് വാർത്താനുഭവങ്ങളാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അവകാശപ്പെടുന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത്. മാപ്പ് പോയിട്ട് ക്ഷമ പോയിട്ട് ഖേദമെന്ന 2 വാക്ക് എഴുതിയിട്ടില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കോൺഗ്രസ് നേതാവ് ഇവിടെ വന്നിരുന്നിട്ട് മാധ്യമ പ്രവർത്തനത്തെയും സ്ഥാപനത്തെയും അതിന്റെ മുതലാളിമാരെ ഇരുന്ന് സുഖിപ്പിക്കാൻ. ഉണ്ട ചോറിന് നന്ദി കാണിക്കുക, അതാണില്ല.
പിന്നെ മലപ്പുറത്തെ എന്ന് മുതലാണ് നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയത്? കോൺഗ്രസ് നേതാവിന് ചരിത്രം അറിയില്ലേ? KPCC ആഫീസിൽ ഇരിക്കുന്ന അതിന് അപവാദമായ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ പോയി ചോദിക്കണം, അപ്പൊ പറഞ്ഞു തരും. മലപ്പുറം ജില്ല രൂപീകരിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും EMS തീരുമാനിച്ചപ്പോ മലപ്പുറം ജില്ല വിരുദ്ധ റാലി നടത്തിയിട്ടുണ്ട്. ഏത് പാർട്ടിയാണെന്നറിയാവോ കോൺഗ്രസ് നേതാവിന്? മലപ്പുറം ജില്ല വിരുദ്ധ റാലി നടത്തി ഇവിടെ വർഗീയതകളെ ഉണ്ടാക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ പേര് നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ്. താങ്കൾ പറഞ്ഞത് ഇങ്ങനെയൊരു PR ഏജൻസിയുമായി മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധവുമില്ല എന്നാണല്ലോ അല്ലെ ശ്രീ ജയ്ക്ക്? താങ്കൾ തിരുത്തില്ലല്ലോ, താങ്കൾക്കത് തിരുത്തേണ്ടി വരില്ലല്ലോ, ഉറപ്പുള്ള കാര്യമല്ലേ? ആദ്യത്തെ 27 മിനിറ്റ് നമ്മൾ രണ്ടുപേരും നടത്തിയ പ്രഭാഷണം ഉണ്ടല്ലോ, ആ പ്രഭാഷണം ഒന്നുകൂടെ ഓടിച്ച് കേട്ടാൽ മതി. അതുകൊണ്ടാണ് എന്നാലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചാണ്. വേറെ പാവിട്ട വാക്കും ഫേസ്ബുക്കിലിട്ട പോസ്റ്റും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലോ പറയാൻ. ഹിന്ദുവിന്റെ ആവശ്യധികരണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ അവഗണിച്ച് കളയുന്നത് പോലെ അല്ല ജയ്ക്ക്, വളരെ ഗുരുതരമായ കാര്യമാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു PR ഏജൻസി ഇല്ലാത്ത കാര്യം പറഞ്ഞു നടക്കുകയും മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഹിന്ദുവിനെ പോലൊരു പത്രം അവകാശപ്പെടുകയും എന്നിട്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇത്ര ഗുരുതരമായ ഒരു പ്രസ്താവന എഴുതി ചേർത്തു എന്നൊക്കെ പറയുമ്പോൾ കടുത്ത നിയമ നടപടി എടുക്കേണ്ടി വരും. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. പച്ചക്കള്ളം വാർത്തയാക്കിയതിന്റെ പേരിൽ നിയമ നടപടി നേരിടാൻ പോയ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ വാർത്ത വായിക്കാനും പ്രചരിപ്പിക്കാനും എത്ര പേരിരിക്കും? സത്യസന്ധമായ അങ്ങനെ അഭിപ്രായം പറയാം. സത്യമാണ്. മോഹൻലാലിന്റെ അമ്മ മരിച്ചു എന്ന വാർത്ത കൊടുത്തത് നിങ്ങളുടെ പാർട്ടി മുഖപത്രമാണല്ലോ ജയ്ക്ക്, അല്ലേ? മോഹൻലാലിന്റെ അമ്മ മരിച്ചു എന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ പാർട്ടി പത്രമല്ലേ വാർത്ത കൊടുത്തത്? നിങ്ങൾക്കും ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. അത് തെറ്റാണ് എന്നാണ് നിങ്ങൾ അവകാശപ്പെട്ടത്. നേരത്തെ MP വീരേന്ദ്രകുമാറിന്റെ ജീവിച്ചിരിക്കുന്ന സഹോദരി മരിച്ചു എന്ന് വാർത്ത കൊടുത്തതും ദേശാഭിമാനിയാണ്. കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതാം നമുക്ക്. രോമത്തെ പോലും ചൊറിയാൻ വരില്ല ഒരു പുല്ലനും. കള്ളം പറഞ്ഞു എന്ന് ഉറപ്പുണ്ടായിട്ടും ഖേദം പ്രകടിപ്പിക്കാത്ത കൂട്ടങ്ങൾക്ക് കള്ളം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തിരുത്തുന്നവരെ കാണുമ്പോൾ അസൂയ തോന്നും. അവരോട് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കുശുമ്പ് തോന്നും. അസൂയയും കുശുമ്പും തോന്നുന്നവരോട് എന്ത് ചെയ്യാനാണ്? മെഡിക്കൽ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത്തരം ഡിക്റ്റേഷനൊക്കെ PCR-ൽ ഇരിക്കുന്ന നേരിട്ട് കാണാത്തോണ്ടാണ് ജയ്ക്ക്. എന്റെ പിരിമുറുക്കത്തിന്റെ ശരീരഭാഷ നിർവചിക്കാനുള്ള സയൻസ് അങ്ങ് എവിടുന്നാ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്നെക്കാൾ വലിയ പിരിമുറുക്കത്തിലായിരിക്കുന്ന എനിക്ക് അങ്ങോട്ട് പറഞ്ഞുകൂടെ? അപ്പൊ അതിനൊരു തീരുമാനമായി. അപ്പൊ അത്തരം തമാശകൾ ദയവ് ചെയ്ത് ഇത്തരം ഒരു സംവാദത്തിൽ എടുക്കുന്നത് നല്ലതാണ്. ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട് പോകാം. താങ്കൾ പറഞ്ഞോളൂ. തമാശയൊക്കെ ഞാൻ പറയും, ഞാൻ എന്ത് പറയണമെന്ന് ജയ്ക്കും തീരുമാനിക്കേണ്ട. താങ്കൾ പറയുന്ന പോലെ കടുപ്പിച്ച് എന്നോട് ഡിക്റ്റേറ്റ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ജയ്ക്ക് ചോദ്യത്തിന് മറുപടി പറയും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്റെ സൂചിപ്പിക്കലാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. ഇപ്പോ ഷാനി, ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണ്. ദ ഹിന്ദു ദിനപത്രത്തിനെതിരെയും കൈസൺ PR ഏജൻസിക്കെതിരെയും ഞാൻ നിയമ നടപടികളിലേക്ക് പോവുകയാണ്. കാരണം എന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇതുപോലെ അപമാനിക്കാൻ ശ്രമിച്ച, ഇതുപോലെ ആക്ഷേപിക്കാൻ ശ്രമിച്ച ആ ദിനപത്രത്തിനും കൈസൺ PR ഏജൻസിക്കുമെതിരെ കേസെടുക്കണം. ഞാൻ DGPക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും, അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തുകാർ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. സത്യാനന്തര ക്ലാസ് എടുക്കുന്ന ദേശാഭിമാനി, ആ ദേശാഭിമാനി മറിയക്കുട്ടി ചേർത്തിക്ക് അവിടെ 5 ഏക്കർ സ്ഥലം, വിദേശത്ത് ജോലിയുള്ള മകൾ, പച്ച നുണ എഴുതിയിട്ട് കോടതിയിൽ കേസിന് പോയപ്പോഴല്ലേ മാപ്പ് പറയേണ്ട ഗതികേട് വന്നത്? ഈ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടില്ലാത്ത മോഹൻലാലിന്റെ അമ്മ മരിച്ചുവെന്ന് ഒരു ഉളുപ്പും ഒരു നാണവുമില്ലാതെ ഒരു ദിനപത്രത്തിന്റെ, ഏത് ദിനപത്രത്തിന്റെ സത്യമറിയാൻ, സത്യാനന്തര ലോകത്തിലെ ആള് പറഞ്ഞതാണല്ലോ, സത്യമറിയാൻ മലയാളികൾ വായിക്കുന്ന ദിനപത്രം ദേശാഭിമാനി, ഏറ്റവും അധികം മലയാളി മന്ദബുദ്ധികൾ വായിക്കുന്ന മഞ്ഞപത്രം ദ കോൺസെപ്റ്റ് എന്ന PR ഏജൻസിക്കാണ് ടെൻഡർ കൊടുത്തത്. ബോംബെ ആസ്ഥാനമായ PR ഏജൻസിക്കാണ് കൊടുത്തത്. സീഡിറ്റാണ് ടെൻഡർ കൊടുത്തത്. ടെൻഡർ രേഖകളടക്കം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അതിനുശേഷം PR ഏജൻസിയുടെ കഥ വന്നിരിക്കുകയാണ്. 30 മണിക്കൂർ. ഇപ്പൊ മുഖ്യമന്ത്രി ഇത്രയും പാടൊന്നുമില്ലായിരുന്നല്ലോ ശ്രീ ജെയ്സി തോമസ്. ഇന്ന് രാവിലെ നിങ്ങൾ CPM നേതാക്കന്മാർക്ക് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് പറയേണ്ടി വരില്ലായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും, എന്റെ ബോസ് എന്നെ പഞ്ഞിക്കിടും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിക്കാൻ ഉപയോഗിച്ച പദം എന്താണ്? അങ്ങനെയല്ലേ? അത്തരം ഒരു പദം മാന്യതയുള്ളതാണോ? ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ചർച്ച പ്രൊഡക്റ്റീവായി അവസാനിച്ചുകൊണ്ട് ബാക്കി രാഷ്ട്രീയ വിമർശനമൊക്കെ നിൽക്കട്ടെ. അങ്ങനെ ഒരു പദപ്രയോഗം നല്ലതാണോ? ഞാൻ വയനാട് MP കാണുമ്പോൾ അയാൾ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ അങ്ങനെ വിളിച്ചാലോ? അതൊരു മര്യാദകളാണ്. അങ്ങ് ഇടപെടണ്ട, ഒന്ന് പോടോ. അയ്യോ,
അല്ല ആങ്കർ പ്രിയപ്പെട്ട ഇപ്പൊ ഇടപെടാൻ തോന്നുന്നില്ല. ജെ.സി. തോമസ്, ഇടതുപക്ഷ നിങ്ങൾ പ്രതിനിധി രാഹുൽ ഗാന്ധിയെ 27 മിനിറ്റ് വിളിച്ചതിന്റെ സംസാരിക്കുമ്പോൾ മാത്രം കഥയും ഇടപെടാൻ ചരിത്രവും തോന്നുന്ന ഞങ്ങളെ എനിക്ക് തോന്നുന്നില്ല. ഓർമ്മിപ്പിക്കല്ലേ. ഈ മാന്യതയുടെ ക്ലാസ് ഇങ്ങോട്ട് എടുക്കല്ലേ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇല്ല, രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കല്ലേ. ഈ ആ ക്ലാസ് ഒന്നും ഇങ്ങോട്ട് എടുക്കല്ലേ. ദൈവത്തെ ഓർത്ത് രാഹുൽ ഗാന്ധിയൊക്കെ വിളിച്ച ഓർത്ത് ഇങ്ങോട്ട് എടുക്കാൻ വരരുത്. നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. അബിൻ മോശമായ എന്തോ വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. മോശമായ വാക്ക് എന്താണെന്ന് അബിൻ ചോദിക്കുന്നു. താങ്കൾക്ക് അതിന് മറുപടി പറയാം. അതിൽ ഞാൻ ഇടപെടേണ്ട കാര്യം എന്താണ്? ഓ, അങ്ങനെയാണോ ഈ സംവാദം ഇത്ര നേരം മുമ്പോട്ടേക്ക് പോയേ? കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ കയറി ഇടപെട്ട് അതെന്താണ് നിങ്ങൾ മാപ്പിളസ്ഥാനെന്ന് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് മാത്രം ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മറ്റൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അതിൽ എന്താണ് ആക്ഷേപം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പൊതുപ്രവർത്തന രംഗത്ത് നിലയുറപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ അങ്ങനെയാണ് വിളിക്കേണ്ടത്. അതൊരു മര്യാദ കേടല്ലേ? അയാളുടെ അമ്മൂമ്മയുടെ ബന്ധം വെച്ചിട്ടോ അയാളുടെ കൊച്ചുമകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അളിയൻ എന്ന നിലയിലോ അങ്ങനെ വിശേഷിപ്പിച്ചാലോ അത് മര്യാദയാണോ എന്ന് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങ് ചിന്തിക്കുക. ഇത് മര്യാദയാണെന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾ അത് തുടരുക. എനിക്കുള്ളൂ. പിന്നെ കോൺഗ്രസ് പ്രതിനിധി ഇങ്ങനെ തുടർച്ചയായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംഭാഷണം നീണ്ടുപോയത്. അതിൽ ആങ്കർ എന്ന നിലയിൽ അങ്ങ് കയ്യും കെട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് ഇല്ലല്ല, ആരാണ് കള്ളം പറയുന്നതെന്ന് ആര് പറയും? അതാണ് നമ്മുടെ ചോദ്യം. ആങ്കർ ഈ നമ്മുടെ ഈ സംവാദം ഇങ്ങനെയാണ് മുമ്പോട്ട് പോയത്. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. പിന്നെ ദേശാഭിമാനിയാണ് കോൺഗ്രസ് പ്രതിനിധിക്കൊക്കെ ഇപ്പൊ മാതൃകാപത്രമായി സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമാണ്. ദേശാഭിമാനിയോട് നിങ്ങൾക്കുള്ള പ്രയാസം എന്താണ്? നിങ്ങളുടെ കള്ളങ്ങളെ പൊളിച്ചു കാട്ടാൻ കേരളത്തിൽ അവശേഷിക്കുന്ന ഏകപത്രം ദേശാഭിമാനിയാണ്. പലരും അനുരാഗ് ഠാക്കൂർ വരുമ്പോൾ മുട്ടിലിഴയുകയും മുട്ടിലിഴയുമ്പോൾ കിടന്നു കൊടുക്കാനും ഒക്കെയുള്ള സമീപനത്തിൽ കേരളത്തിലെ പല മാധ്യമങ്ങൾ പോകുമ്പോൾ അതിന് പോകാത്ത പത്രമുണ്ട്. അതാണ് ദേശാഭിമാനി. ഇതിന് പരിഹാരം ഇല്ല.